നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു വാർത്തയെക്കുറിച്ചല്ല. നമ്മുടെയെല്ലാം വീടുകളെയും സമൂഹത്തെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. സ്ത്രീകളുടെ സുരക്ഷ, സത്യം, ധർമ്മം ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യം. ഈയൊരു ചർച്ചയിൽ നമ്മൾ കേട്ടുകേൾവികളെയോ ഊഹാപോഹങ്ങളെയോ അല്ല ആശ്രയിക്കുന്നത്, മറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകളെയും നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങളെയും മാത്രം അടിസ്ഥാനമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഈയൊരു ചോദ്യം നമ്മളെല്ലാവരും ഒരു നിമിഷം ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം പുറമേ കാണുന്നതിനുമപ്പുറം ഈ സംഭവത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. കേവലം വാർത്താ തലക്കെട്ടുകൾക്കപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ചു പോകാം. അപ്പോൾ നമുക്ക് വിഷയത്തിന്റെ കാതലിലേക്ക് വരാം. ഔദ്യോഗിക രേഖകളും പോലീസിന് കിട്ടിയ പരാതികളും അനുസരിച്ച് നാസിക്കിലെ ആ ഓഫീസിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ആ സംഭവങ്ങളെ ഒന്ന് കൃത്യമായി അടുക്കിപ്പെറുക്കി പരിശോധിക്കാം. ഈ ടൈം ലൈനിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അല്ലേ? ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചൊരു സംഭവമല്ല. 2022 തുടങ്ങിയെന്ന് ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ വർഷങ്ങളോളം നീണ്ടുനിന്നു. ഒടുവിൽ 2026 ഇത് നിയമത്തിന് മുന്നിലെത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ഈ ശബ്ദങ്ങൾ പുറം ലോകം കേൾക്കാതെ പോയത്? ഇതൊരു വലിയ ചോദ്യമാണ്, നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ട ഒരു കാര്യം. FIR രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഇത് വെറും ഒരു ലൈംഗിക അതിക്രമത്തിന്റെ കേസ് മാത്രമല്ല, ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ, അവരുടെ ജീവിത രീതിയെ വരെ ചോദ്യം ചെയ്യുന്ന ഭീഷണികളും സമ്മർദ്ദങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ ജീവനക്കാർക്ക് പുറമേ ഒരു പുരുഷ ജീവനക്കാരനും ഇതേപോലുള്ള പരാതി നൽകിയിട്ടുണ്ട് എന്നത് ഈ പ്രശ്നത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നോ രണ്ടോ പരാതികളല്ല, 9 വ്യത്യസ്ത FIRകളാണ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് സമാനമായ ദുരനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാമെന്നാണ്. പലരുടെയും മൊഴികളിൽ കാണുന്ന ഈ സമാനതകളാണ് കേസിന്റെ ഗൗരവം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇത് അന്വേഷിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഇത് സാധാരണ പോലീസുകാർ മാത്രമല്ല, നാസിക് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം ATS, SIB, എന്തിന് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനർത്ഥം ഇതിനൊരു സംഘടിത സ്വഭാവമോ രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളോ ഉണ്ടോ എന്ന് ഗൗരവമായി സംശയിക്കുന്നുവെന്നാണ്. ഏതൊരു കമ്പനിയിലും ജീവനക്കാരുടെ ആശ്രയമാണ് അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ്, അല്ലേ? പക്ഷെ ഇവിടെ സംഭവിച്ചതെന്താണ്? പരാതികൾ കേട്ട് സംരക്ഷിക്കേണ്ടതിന് പകരം പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം നേരിടുന്ന HR മാനേജർ, അതും സ്ത്രീ സുരക്ഷാ കമ്മിറ്റിയിലെ ഒരു അംഗം, ഇപ്പോൾ ഒളിവിലാണ്. ഇത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. അവരുടെ പങ്കിനെക്കുറിച്ചൊരു വ്യക്തത വന്നാൽ മാത്രമേ ഈ കേസിന്റെ മുഴുവൻ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. ഇത് കുറച്ച് വ്യക്തികളുടെ മാത്രം കുറ്റകൃത്യമായി കാണാൻ പറ്റുമോ? അതോ ജീവനക്കാർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഒരു വലിയ സ്ഥാപനത്തിന്റെ സംവിധാനങ്ങൾ മൊത്തത്തിൽ പരാജയപ്പെട്ടതാണോ നമ്മളിവിടെ കാണുന്നത്? ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ മറ്റൊരു വശത്തേക്ക് വരാം. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രചരിക്കുന്ന കഥകളിൽ നിന്ന് നിയമപരമായ യാഥാർത്ഥ്യങ്ങളെ വേർതിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. കോർപ്പറേറ്റ് ജിഹാദ് എന്നൊരു വാക്ക് ഒരുപക്ഷേ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു നിയമപരമായ പദമല്ല. ചില ഗ്രൂപ്പുകൾ അവരുടെ രാഷ്ട്രീയപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണിത്. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയും ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിട്ടില്ല. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇടതുവശത്ത് കാണുന്നത് പോലീസ് അന്വേഷിക്കുന്ന തെളിവുകൾ വേണ്ടുന്ന കുറ്റകൃത്യങ്ങളാണ്, അതായത് ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ പോലുള്ളവ. എന്നാൽ വലതുവശത്ത് കാണുന്നതോ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളാണ്. കോടതി വിധി പറയുക തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലാതെ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ഈ വ്യത്യാസം നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. ഇനി നമുക്ക് ഈ വിഷയത്തെ ധർമ്മത്തിന്റെ കണ്ണിലൂടെ ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ സംഭവം ഓരോ ഹൈന്ദവ കുടുംബത്തിനും ഒരു പാഠമാകേണ്ടത്? നമ്മുടെ സനാതന മൂല്യങ്ങൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത്? എല്ലാറ്റിലുമുപരി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീയുടെ അഭിമാനം, അവളുടെ സുരക്ഷ, അത് സംരക്ഷിക്കുക എന്നത് നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. അതൊരു കടമയാണ്, നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതും ആ ഒരു കടമയുടെ വെളിച്ചത്തിലായിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ നയിക്കേണ്ട 4 മൂല്യങ്ങളുണ്ട്. 1 സത്യം, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാതെ യാഥാർത്ഥ്യം അന്വേഷണത്തിലൂടെ പുറത്തുവരാൻ ക്ഷമയോടെ കാത്തിരിക്കുക. 2 വിവേകം, വികാരത്തിനടിമപ്പെട്ട് പ്രതികരിക്കാതെ ബുദ്ധികൊണ്ടും വിവേകം കൊണ്ടും ചിന്തിക്കുക. 3 മര്യാദ, നമ്മുടെ ലക്ഷ്യം വെറുപ്പ് പ്രചരിപ്പിക്കലല്ല, നീതി നടപ്പാക്കലാണ്.
നാലാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ജാഗ്രത. നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും എന്ത് നടക്കുന്നു എന്നെപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. ശരി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. പക്ഷേ പ്രായോഗികമായി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ നമ്മൾ എന്തു ചെയ്യണം? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. ഇവിടെ കാണുന്ന ഈ 5 കാര്യങ്ങൾ ഓരോരുത്തരും ഓർത്തുവെക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് തെളിവുകൾ സൂക്ഷിക്കുക എന്നതാണ്. ചാറ്റുകളോ ഇമെയിലുകളോ എന്തുമാകട്ടെ. അതിനുശേഷം കമ്പനിയിലെ പരാതി പരിഹാര കമ്മിറ്റിയിൽ എഴുതി തന്നെ പരാതി നൽകണം. അവിടെയും നീതി കിട്ടിയില്ലെങ്കിൽ അടുത്ത പടിയിലേക്ക് പോകാൻ മടിക്കരുത്. ഇത് ഓരോ ജീവനക്കാരൻ്റെയും നിയമപരമായ അവകാശമാണ്. നമ്മളത് അറിഞ്ഞിരിക്കണം. ഈ വിഷയത്തിൽ ഓരോ കുടുംബത്തിനും വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ മക്കളോട് എന്തും തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടാവണം. ജോലിസ്ഥലത്തെ ബന്ധങ്ങളെക്കുറിച്ചും ഓൺലൈൻ ലോകത്തെ ചതികളെക്കുറിച്ചും നമ്മൾ അവർക്ക് പറഞ്ഞുകൊടുക്കണം. എന്ത് പ്രശ്നമുണ്ടായാലും അത് ഒളിച്ചുവെക്കാതെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറയാനവരെ ധൈര്യപ്പെടുത്തണം. അച്ഛനമ്മമാർ എന്ന നിലയിലും സമൂഹത്തിലെ മുതിർന്നവർ എന്ന നിലയിലും ഈ ചോദ്യം നമ്മൾ ഗൗരവത്തോടെ സ്വയം ചോദിക്കണം. വെറുതെ നല്ല മാർക്കും ജോലിയും വാങ്ങാൻ പഠിപ്പിച്ചാൽ മതിയോ? ഈ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെയും അതിലെ ചതിക്കുഴികളെയും നേരിടാൻ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ ശരിക്കും ഒരുക്കുന്നുണ്ടോ? അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ ശക്തി വിദ്വേഷമല്ല, വിവേകമാണ്. സോഷ്യൽ മീഡിയയിലെ വിചാരണകളല്ല നമുക്ക് വേണ്ടത്, യഥാർത്ഥ നീതിയാണ്. അത് വരേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ആ വിശ്വാസം നമ്മൾ കൈവിടരുത്. കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ഈയൊരു വാചകം നമ്മുടെയെല്ലാം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ധർമ്മമെന്നത് വികാരത്തിനടിമപ്പെട്ട് പ്രതികരിക്കുന്നതല്ല. അത് വിവേകത്തോടെ നിയമത്തിന്റെ വഴിയിലൂടെ ശരിയായ കാര്യങ്ങൾ ചെയ്യലാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല. നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക് എവിടെയും പേടിയില്ലാതെ ജീവിക്കാനും ജോലി ചെയ്യാനും ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഒരു അവബോധം നമുക്ക് ഒരുമിച്ച് എല്ലാവരിലേക്കും എത്തിക്കാം. നമസ്കാരം.